രാജിവെച്ച് പുറത്തു പോവുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. രാജിവെക്കാതെ അധികാരത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുകയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഒരു തെറ്റായ കാര്യമാണ് നടന്നിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പൂർണ്ണമായ ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം രാജിവെക്കണം, ഉടൻ രാജിവെക്കണം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ CPM അടക്കം പറയുന്നത് ഈ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേട്ടയാടുന്നു എതിർക്കുന്നവരെ എന്നുള്ളതാണ്. വീണയുടെ വിഷയത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ഈ വിഷയം അങ്ങനെയല്ലല്ലോ. ഈ വിഷയം ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൻ്റെ അതിൻ്റെ അപ്പലേറ്റ് ബോർഡിൽ വന്നിരിക്കുന്ന ഒരു ഫൈൻഡിങ് ആണ്. ഇത് അതുപോലെ ഒരു രാഷ്ട്രീയ കേസല്ല, ഒരു പൊളിറ്റിക്കൽ കേസായിട്ട് തുടങ്ങിയ കേസല്ല. പൊളിറ്റിക്കൽ കേസായിട്ട് തുടങ്ങിയ കേസുകളെല്ലാം കേന്ദ്രം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കൂടെയാണ്. എന്തുകൊണ്ടാണ് CBI കൊടുത്ത അപ്പീൽ, SNC ലാവ്ലിൻ കേസിൻ്റെ അപ്പീൽ എത്ര വർഷമായി ആ കേസൊന്ന് അപ്പിയർ ചെയ്യാൻ പോലും CBIയുടെ അഭിഭാഷകർ തയ്യാറാവുന്നില്ല. 34 35 പ്രാവശ്യം മാറ്റിവെച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വന്ന അന്വേഷണം മുഴുവൻ മുക്കി ഇല്ലേ, മുഴുവൻ മുക്കി, അന്വേഷണം മുഴുവൻ മുക്കി. ഇതങ്ങനെ വന്ന കേസല്ല. ഇത് ഈ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടോ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വന്നതല്ല. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിംഗ് ആണ് ഇങ്ങനെ ഒരു പണം തെറ്റായ രീതിയിൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. അതിനെ തുടർന്നാണ് അതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് ആ കണ്ടെത്തൽ ശരിയാണ് എന്ന് ചെയ്തിട്ടുള്ളത്. ഒഫീഷ്യലായി വന്നിട്ടുള്ള ഒരു കേസാണ്. അത് ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ട് സമ്മതിച്ചില്ല. നിങ്ങൾ മാത്യു കൊലനാടൻ്റെ കേസ് തള്ളിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടി കേൾക്ക്. കാരണം ഇതിനകത്ത് വിജിലൻസ് കേസ് നിലനിൽക്കണമെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വേണം, അതിൻ്റെ പ്രൊവിഷൻസ് വേണം. ഇത് മണി ലോണ്ടറിങ് ആക്റ്റാണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റാണ്. അപ്പോൾ വിജിലൻസ് കേസ് നിലനിൽക്കുമോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റാണോ നിലനിൽക്കുന്നത്, ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റാണോ നിലനിൽക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലീഗൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫേവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പൈസ കൊടുത്തതെന്ന് തെളിയിക്കാനുള്ള ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കേസ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഈ കേസ് ഇതിൻ്റെ അകത്ത് നിൽക്കും. അതുകൊണ്ടാണ് ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അവർ സെക്ഷൻ 447 അനുസരിച്ച് ഇതൊരു ഫ്രോഡാണ് എന്ന് കണ്ടെത്തി ആ ഫ്രോഡിന് 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷ കിട്ടുന്ന ആ കേസെടുത്ത് പ്രതി ചേർത്തിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇത് ഏത് കേസ് വന്നാലും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇത് അങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത ഒരു കേസല്ല. അതുകൊണ്ടാണ് ഞങ്ങളും ഇത് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനും കോടതിയിൽ പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ടാണ്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഞങ്ങൾ നിൽക്കുമോ? ഇപ്പോഴും എൻ്റെ സംശയം അപകടം ഉണ്ടാകാൻ പോകുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ BJP ടാർഗറ്റ് ചെയ്തു. അപ്പോൾ കരുവന്നൂർ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. ED പിടിമുറുക്കി, ED കഴുത്തിൽ കൈവച്ചു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. ഞാൻ അന്നൊരു വാചകം പറഞ്ഞു, ED പിടിമുറുക്കിയിരിക്കുന്നത് അവിടുത്തെ CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുപോലെ ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ കഴുത്തിൽ BJP വെച്ചിരിക്കുന്ന കത്തിയായി ഇത് മാറരുത്. എവിടെ പോയി കരുവന്നൂർ അന്വേഷണം? എന്തൊരു ഫ്രോഡാണ് കരുവന്നൂരിൽ നടന്നത്, എന്തൊരു തട്ടിപ്പാണ് നടന്നത്. 100-300 കോടി രൂപയല്ലേ തട്ടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് അന്വേഷണം എവിടെ എത്തി? അതുപോലെ ഈ അന്വേഷണം പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്.